കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതു. വളരെ സന്തോഷമായി. ഇന്ന് നല്ല രസമായിരുന്നു. ഇന്ന് എന്തായാലും എല്ലാവരും ഒന്ന് കൂടെ വരൂ കേട്ടോ. നമുക്കൊന്ന് തൊഴാം ഒന്നുകൂടി. ആ ഗുരുവായൂരപ്പനെ തൊഴാൻ പോവുക. നമ്മളിപ്പോൾ ആ ശ്രീകോവിലിൻ്റെ അവിടെ എത്തിയിട്ട് ആ ഗുരുവായൂരപ്പനെ ഒന്ന് കാണാനുള്ള ഒരു തയ്യാറെടുപ്പിൽ നമ്മൾ വരികയാണ്. ആ ഗുരുവായൂരപ്പനെ കാണാനുള്ള ആ ഉദ്ദേശത്തിൽ നമ്മൾ വരുമ്പോൾ നല്ല തിരക്കാണ്. എന്നാലും നമുക്ക് തൊഴണം എന്നുള്ള ഒരാഗ്രഹം മനസ്സിലുണ്ടാവും കൊണ്ട് നമ്മൾ തൊഴാൻ പോണു. അങ്ങനെ ആ ഗോപുരവാതിലൊക്കെ കഴിഞ്ഞു. നമ്മൾ അങ്ങനെ നടന്ന് അങ്ങനെ ആ വാതിൽ മാടത്തിൻ്റെ അവിടെ എത്തി. വാതിൽപ്പടി എത്തി. വാതിൽപ്പടിയുടെ അവിടെ കയറി നിന്ന് ഇങ്ങനെ നോക്കുക. അപ്പോൾ ആ കയറ്റത്തിൻ്റെ അവിടെ ചെറിയൊരു തിരക്കൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആരാ കയറേണ്ട പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കയറി നമ്മൾ കണ്ടു. ആ ശ്രീകോവിലിരിക്കണ ആ ഉണ്ണിക്കണ്ണനെ കാണാനുണ്ടല്ലോ. ഒന്ന് നല്ല വലുപ്പത്തിലാണല്ലോ. ആ ആനപ്പുറത്താണ് ഇരിക്കുന്നത് കേട്ടോ. ഇന്ന് പൊന്നുണ്ണിക്കണ്ണൻ ആനപ്പുറത്താണ് ആ ശ്രീകോവിലിൽ ഇരിക്കണത്. അതൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. ആനയുടെ കളഭം കൊണ്ടുള്ള ആനേനെ അങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ഒരു കുട്ടിയാന. ആ കുട്ടിയാനപ്പുറത്ത് ഒരു കൊച്ചു കുറുമ്പനായ ഒരു ഉണ്ണിക്കണ്ണനാണ് നിന്നുണ്ട്. അത് മുട്ടുകുത്തിയിട്ടാണ് നിൽക്കണേ. അത് വിഴിലി അവിടുന്ന്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ആ വലത്തെ കൈ അങ്ങനെ ആനപ്പുറത്ത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, ഇടത്തെ കൈ ഇങ്ങനെ നെഞ്ചത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നെ? ഞാൻ ആനപ്പുറത്തിരിക്കുന്നത് കണ്ടില്ലേ എന്നുള്ള ആ ഒരു എന്താ പറയുക കൗതുകത്തിലാണ് നമ്മളെ ഭക്തരൊക്കെ കണ്ടില്ലേ എന്നെ? ഞാൻ ആനപ്പുറത്താണ് ഇരിക്കണതേ. അപ്പോൾ ആനോട് നല്ല ഇഷ്ടമാണല്ലോ. ഗുരുവായൂർ കേശവന് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് ആനകളെ വലിയ ഇഷ്ടമാണ് മൂപ്പർക്ക്. അപ്പോൾ എന്തായാലും നല്ല കാഴ്ചയാണ്. ആ ആനപ്പുറത്ത് ഇങ്ങനെ കയറി ഇരുന്ന് മുട്ട് കുത്തിയിട്ട് നിൽക്കുക. ആ കാൽത്തളകളും കൈവളകളൊക്കെ ഇങ്ങനെ കാണാണ്ടേ. ആ മാറത്തുള്ള നെക്ലസിൻ്റെ ശോഭയും ആ സ്വർണ്ണ ഗോപിയും അതും ഇങ്ങനെ ആ ആനയെ കാണാനാണോ അതാ ഇതിലേറെ. ആനയുടെ ആ കൊമ്പ്, വെളുത്ത കൊമ്പൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് കാണുന്നു. വളരെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഇന്ന് മേൽശാന്തി, അതായത് മുൻ മേൽശാന്തി നമ്മളെ പൊട്ടക്കുഴി ശ്രീനാഥോദിക്കനാണ് ഉച്ചപൂജയും കളഭാലങ്കാരം ഉണ്ടായിട്ടുണ്ട്. അത് വളരെ കേമായിട്ട്, ആള് അലങ്കാരപ്രിയനാണേ. അപ്പോൾ അത് അതിനനുസരിച്ച് അങ്ങനെ ചാർത്തിയിട്ടുണ്ട്. വളരെ കേമായിട്ട് അതിങ്ങനെ ചാർത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ചെല്ലുന്ന ഭക്തർക്കൊക്കെ അതൊരു അസുലഭ കാഴ്ചയാണ് കേട്ടോ. ഒന്ന് അവിടെ അങ്ങനെ ഇരിക്കുന്ന എന്താ പറയുക, ആ ഒരു കുറുമ്പാണ് കാണുന്നത്. കുട്ടിക്കുറുമ്പൻ അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കാണുക. നമ്മളെ കണ്ടോളൂ കേട്ടോ. ഞാനിതിൻ്റെ മുകളിൽ കയറി ആനപ്പുറത്തായിരിക്കണതേ എന്നുള്ള ആ ഒരു ഭാവത്തിലാണ് നമ്മളെ നോക്കുന്നത്. വളരെ ചെറിയുണ്ട്, ചിരിച്ചുകൊണ്ട് തന്നെയാണ്. ഭക്തന്മാരെല്ലാവരും അത് കണ്ടോട്ടെ എന്നുള്ള ആ ഒരു ചിന്തയിലാണ്. എന്തായാലും നമ്മളും കണ്ടു. നമുക്ക് സന്തോഷമായി. കാരണം ഇങ്ങനെ ഒരു രൂപം ഇങ്ങനെ നമുക്ക് ആ കളവം കൊണ്ട് അലങ്കരിച്ച് കിട്ടുന്നത് നമ്മളെ ഉള്ളിലേക്കും എത്തട്ടെ. ആ ഭഗവാൻ ഇങ്ങനെ ആനപ്പുറത്തിരിക്കുന്ന ഉണ്ണിക്കണ്ണനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലങ്ങോട്ട് സ്മരിക്കുക. നമ്മളെ ശരീരം എത്തിയില്ലെങ്കിൽ എന്താന്ന്, മനസ്സെത്തിയില്ലേ? മനസ്സിൽ നമ്മൾ ആ ഗുരുവായൂരിലെ ആ ശ്രീലകത്തിരിക്കുന്ന ആനപ്പുറത്തിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ നമ്മൾ കണ്ടുവല്ലോ. അപ്പോൾ ആ പൊന്നുണ്ണിക്കണ്ണനോട് നമുക്ക് എപ്പോൾ കണ്ടാലും എന്താ നമ്മളെ കാര്യങ്ങൾ പറയണം. അതല്ലേ നമ്മളെ ആവശ്യം. അപ്പോൾ അതങ്ങോട്ട് പറയുക. നമ്മളെ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനുള്ളൊരു ഇടം തേടിയിട്ടാണ് നമ്മൾ ഈ ഭഗവാനെ കാണാൻ പോണത്. അപ്പോൾ ഭഗവാൻ അത് കേൾക്കാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് അർത്ഥം. അപ്പോൾ ആ ഇരുത്തം ഇങ്ങനെ കാണുമ്പോൾ നമുക്കും ഒരു കുസൃതിയൊക്കെ തോന്നുക. കുസൃതി ഉണ്ണിക്കണ്ണനെ കാണാനേ. അപ്പോൾ കണ്ടു. എന്തായാലും നമുക്കതങ്ങോട്ട് കാണുക. ആ ഗുരുവായൂരപ്പനോട് നമ്മളെ കാര്യങ്ങളാണ് പറയുക. അപ്പോൾ അത് തന്നെ ഒരു വലിയ മനസ്സുഖമാണല്ലോ. നമ്മൾ മനസ്സിൽ നിന്ന് ഭാരങ്ങളാണ് ഇറക്കി വയ്ക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ പ്രശ്നങ്ങളും ഗുരുവായൂരപ്പ സന്നിധിയിൽ അങ്ങോട്ട് അർപ്പിച്ചു എന്നുള്ളത് കാണുമ്പോൾ അത് ഏറ്റവും വലിയൊരു നമ്മളെ മനസ്സിലെ കന്മഷമൊക്കെ ഇല്ലാതാക്കിയിട്ട് ആ ഗുരുവായൂരപ്പ സന്നിധിയിൽ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. എന്തായാലും ഇന്നത്തെ ചാർത്ത് വളരെ കേമായി. ശ്രീനാഥോദിക്കൻ അത് കേമായിട്ട് ആ ആനപ്പുറത്തിരിക്കണ ഉണ്ണിക്കണ്ണനെ ഇങ്ങനെ മുട്ടുകുത്തിയില്ല, ഇരിക്കുകയല്ലേ, അതാ രസം. അത് വീഴില്ലെന്നുള്ള ചോദ്യമൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവുക. ഉണ്ണി അവിടെ നിന്ന് വീഴും നീ എന്നൊക്കെ നമ്മൾ പറയില്ലേ.
അതേപോലെയാണ് ഇപ്പോൾ ആളിരിക്കണത്. അതിന് പറയണതിന് എന്താ തിരിച്ചെന്താ പറയണത് അറിയാം. ഞാനിവിടെ കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട് അമ്മേ. ഞാൻ ആനപ്പുറത്ത് ഇരിക്കണത് കൈ എന്താ വലത്തെ കൈ കൊണ്ട് ഞാൻ ഇവിടെ പിടിച്ചിട്ടുണ്ട്, ആനപ്പുറത്ത് ഞാൻ പിടിച്ചിട്ടുണ്ട്, ഞാൻ വീഴൊന്നുമില്ല എന്ന് പറയുന്നു. അതേ അവസ്ഥയാണ്. നന്നായിട്ടുണ്ട്. എന്തായാലും നമ്മളെല്ലാവരും ആ ഗുരുവായൂരപ്പനെ അങ്ങോട്ട് തൊഴുക കേട്ടോ. ആ ഉണ്ണിക്കണ്ണനോട് പറയുക എല്ലാ പ്രശ്നങ്ങളും തീർത്ത് തരാൻ. അങ്ങനെ നമ്മൾ തൊഴുതു. ആ ഗുരുവായൂരപ്പൻ്റെ എല്ലാ കടാക്ഷങ്ങളും നമുക്ക് കിട്ടട്ടെ. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇറങ്ങുകയാണ്. സോപാനപ്പെട്ട അവിടെ നിന്ന് നമ്മൾ പോകുന്നു അങ്ങനെ ഗണേശനെ ഇനി ഒന്ന് നമസ്കരിക്കണമല്ലോ. ഗണേശൻ്റെ അവിടെ ചെറിയ തിരക്കുണ്ട് കേട്ടോ. ഗണേശനെയും സരസ്വതി അറിയും കുറച്ച് തിരക്കുണ്ട്. എന്നാലും നമ്മൾ ഗണേശനെ ഒരു നോക്ക് കണ്ടു. ഏത്തട അവിടെ നിന്ന് പറ്റണില്ല തോന്നുന്നു. അപ്പോൾ ലേശം മാറി നിന്നിട്ട് ഇടാം. സരസ്വതി അറിയായിരിക്കും നോക്കി ഒന്ന് തൊഴുതു. കുറച്ചിങ്ങോട്ട് വിട്ടിട്ടേ ആ കള വരയ്ക്കുന്നതിൻ്റെ അതിൻ്റെ അവിടെ നിന്നിട്ടൊന്ന് തൊഴുതു. കൃഷ്ണ ഹരേ